ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ കോഴ്സാണ്. ലോഗോ ഡിസൈനിങ്, വിസിറ്റിംഗ് കാർഡ്, ബ്രോഷറുകൾ, നോട്ടീസുകൾ, തംബ്നെയിലുകൾ, ബ്രാൻഡ് സ്റ്റേഷനറീസ്, ബ്രാൻഡ് പ്രൊമോഷൻസ്, അങ്ങനെ ഒരു ഡിസൈനിൻ്റെ ആവശ്യം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഗ്രാഫിക് ഡിസൈനിങ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനും അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ ഇതേപോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാം ഉപയോഗിക്കുന്നത് ഇതേ സാധനങ്ങൾ തന്നെയാണ്. ഓരോ നാൾ കഴിയും തോറും ഈ പറയുന്ന അഡ്വർടൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നവർക്ക് സാധ്യതകൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനോ ഒന്നും അല്ല ഇവിടെ നോക്കുന്നത്. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടോ, ഒരു കാര്യം ചെയ്ത് വൃത്തിയായി ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ, അത് മാത്രമാണ് ഇവിടെ വിഷയം. രണ്ടാമത്തെ കോഴ്സാണ് കോണ്ടന്റ് റൈറ്റിംഗ്. കോപ്പി റൈറ്റിംഗ്, അതായത് പരസ്യവാചകങ്ങൾ എഴുതി കൊടുക്കുന്ന പരിപാടി. അതേപോലെ തന്നെ ബ്ലോഗിങ്ങുകളുണ്ട്, അതായത് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ വെബ്സൈറ്റിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു പരിപാടി. അതിലൂടെയും ഒരുപാട് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പരസ്യങ്ങൾ ആഡ് ചെയ്തിപ്പോൾ. അതേപോലെ കണ്ടന്റ് റൈറ്റിംഗ്, ഇതെല്ലാം ഒരുപാട് സാധ്യതയുള്ള മേഖലകളാണ്. എല്ലാം ഹൈ പേയിങ് സംഗതികളാണ്. വെബ്സൈറ്റിനകത്ത് നമുക്ക് ഈ കോണ്ടന്റുകൾ എഴുതി ഉണ്ടാക്കുന്നതിന് ആളെ ആവശ്യമാണ്. അതുപോലെ പോഡ്കാസ്റ്റുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്നതിന് അതും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ബുക്സ് ഉണ്ട്. നമുക്ക് ആമസോണിൽ കിൻഡൽ എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ബുക്കുകൾ, ഇങ്ങനെ പേപ്പറുകളല്ലാതെ നമുക്ക് ഡിജിറ്റലി വായിക്കാൻ പറ്റുന്നത്. സോ അതിനും നമുക്ക് എഴുത്തുകാരെ ആവശ്യമുണ്ട്. ന്യൂസ് പേപ്പറുകളുണ്ട്, നമുക്ക് ഡിജിറ്റലി വായിക്കാൻ കഴിയുന്ന ന്യൂസ് പേപ്പറുകളുണ്ട്, അവിടെയും നമുക്ക് എഴുത്തുകാരെ ആവശ്യമുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള പ്രസ് റിലീസുകൾ, പ്രിൻ്റ് അടിക്കുന്ന മേഖലകൾ, എവിടെ നോക്കുകയാണെങ്കിലും എഴുത്തുകാരെ നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാമത്തെ മികച്ച കോഴ്സ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിങ്ങിന് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, പ്രത്യേകിച്ച് കമ്പനികൾക്കും. അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ. ഇപ്പോൾ ഇരിക്കുന്ന പരിപാടി തന്നെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വീഡിയോ എഡിറ്റിങ്ങിന് അനന്ത സാധ്യതയാണ്. ഇവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ +2 ജയിച്ചോ ഡിഗ്രി ജയിച്ചോ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾക്ക് നല്ല എഡിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ ഒരു അവതാർ അല്ലെങ്കിൽ ഒരു ഫിലിം എഡിറ്റ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ KGF എന്ന് പറയുന്ന മൂവി എഡിറ്റ് ചെയ്ത ഒരാൾ, ആ ആളുടെ അക്കാദമിക്കൽ വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അത് എഡിറ്റ് ചെയ്ത ആളുടെ ടാലൻറ്റ്, ആ ഒരു വർക്ക്, അത് നോക്കിയിട്ടല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെയാണ് വീഡിയോ എഡിറ്റിങ്ങിലും. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അനന്ത സാധ്യതയാണ്. ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരളവിലേക്ക് മുകളിലേക്ക് വളർന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസിനൊന്നും എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടായിരിക്കില്ല. അവർ മിക്കവാറും പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുകയാണ് ചെയ്യുക, വീഡിയോ എഡിറ്റേഴ്സായിട്ട്. അപ്പോൾ അവർക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. അവർക്ക് കോണ്ടന്റ് ക്രിയേഷനിലും ഷൂട്ടിങ്ങിലും സ്ക്രിപ്റ്റിങ്ങിലും അങ്ങനത്തെ മേഖലയിലേക്ക് പോകാമല്ലോ. ഭൂരിഭാഗം വീഡിയോ എഡിറ്റേഴ്സിനെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം സ്വയം പഠിച്ചെടുത്ത ആൾക്കാരാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ ഹൈ പേയിങ് കോഴ്സ് എന്ന് പറയുന്നത് ഡാറ്റാ സയൻസ് ആണ്. ഏതൊരു മേഖലയാണെങ്കിലും ശരി, നമുക്ക് അതിനകത്തൊരു മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഡാറ്റകൾ അനലൈസ് ചെയ്യാനുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും ശരി, ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അത് നമുക്ക് നടത്തിയെടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വിജയിക്കുമോ? അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, നല്ല രീതിയിലാണോ റൺ ആവുന്നത്, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോകുന്നത്. പല കമ്പനികളുടെയും ഗ്രോത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വേണ്ടി വരാറുണ്ട്. പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് എടുത്തിട്ട് ഒരു സാധാരണക്കാരന് കൊടുത്തിട്ട് പറയണം, ഇതാണ് ഇപ്പോൾ കമ്പനിയുടെ ലാഭവരുമാന കണക്കുകൾ, അതിപ്പോൾ ലാഭവും നഷ്ടവും ഇതിലൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ളൊരു കഴിവില്ല എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പല മേഖലയിലും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സോ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മികച്ച കോഴ്സാണ്. ഇപ്പോൾ ഭാവി എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അഞ്ചാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രചാരമുള്ള ഒന്ന് തന്നെയാണ് UX UI ഡിസൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. UX എന്ന് പറയുകയാണെങ്കിൽ യൂസർ എക്സ്പീരിയൻസ്, UI എന്ന് പറയുകയാണെങ്കിൽ യൂസർ ഇൻ്റർഫേസ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആപ്പുകളാണെങ്കിലും ശരി, വെബ്സൈറ്റുകളാണെങ്കിലും ശരി, ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റി, അത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പോകാൻ പറ്റണം, ആ ഓരോ ബട്ടണുകൾ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്, നെക്സ്റ്റ് പേജിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മെനുവിലേക്ക് പോകേണ്ട ആ ഒരു ഓപ്ഷൻ മെനു എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ബട്ടൺ ഹോം പേജിലേക്ക് പോകാനുള്ള ഹോം ബട്ടൺ എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റിനാണെങ്കിലും ശരി, അതിനൊരു റൂട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആപ്പിൾ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റിനുണ്ടല്ലോ, ഈ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. എന്നാൽ ചില വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്ക് പോകണം, ഏത് മെനുവിൽ ഞെക്കണം എന്ന് ഒരു പിടി ഉണ്ടായിരിക്കില്ല. മൊത്തം ഒരു കൺഫ്യൂഷനായിരിക്കും.
ആ രീതിയിലാകാതെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആദ്യം എന്ത് വേണം? ഇതുപോലുള്ളൊരു ഡിസൈനർ വേണം. അത് ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെക്കാൻ മാത്രമല്ല, ആ ഒരു ഇൻ്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ പരിപാടിയെ പറയുന്നതാണ് UX അല്ലെങ്കിൽ UI ഡിസൈനർ എന്ന് പറയുന്നത്. ഡിസൈനിങ് വേറെയാണ്, ഇതിൻ്റെ കോഡിംഗ് സെക്ഷൻ വേറെയാണ്. കോഡിങ് ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് ഭയങ്കര എക്സ്പെർട്ടായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു സംഗതി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. സോ ഡിസൈനറായിട്ടുള്ള ഒരാൾക്ക് ഈ പറയുന്ന കോഡിങ്ങും അറിയണമെന്നില്ല. പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഡിസൈനറായിട്ട് മാറുകയാണെങ്കിൽ നല്ല പേയിങ് ആയിട്ടുള്ള പരിപാടിയാണ്, നല്ല വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. പൊതുവെ ഫിഗ്മ, CSS, HTML ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലൂടെ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ 2023 നിങ്ങൾക്ക് നല്ലൊരു മികച്ച കോഴ്സായിരിക്കും ഇത്. പഠിച്ചെടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഏകദേശം നല്ല രീതിയിൽ സെറ്റാകും. 6ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ആർക്കും എന്തും ഏത് കോഴ്സും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന ആൾക്കാരൊക്കെ അതിന് യോഗ്യതയുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യോഗയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓൺലൈനായിട്ട് ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അതേപോലെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് പോലുള്ള മറ്റുള്ള ലാംഗ്വേജുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ യൂഡമി പോലുള്ള അല്ലെങ്കിൽ സ്കിൽ ഷെയറുകൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്ന മെയിൻ പരിപാടി എന്താണ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല നിങ്ങളവിടെ ട്യൂട്ടറാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ ആവിഷ്കരിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പഠിപ്പിക്കാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കുക, ഒരു കോഴ്സ് രൂപീകരിക്കുക, അത് അപ്ലോഡ് ചെയ്യുക. ലൈവായിട്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ സൂം മീറ്റിങ്ങുകൾ പോലെയുള്ള ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ക്ലാസ് എടുക്കാൻ പറ്റും. സോ റെക്കോർഡഡ് ആയിട്ടും ലൈവായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ കഴിവുണ്ടോ, നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയോ, നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ നല്ലതാണോ, ഇത് മാത്രമാണ് അവിടെ പ്രസക്തിയുള്ളൂ. 7ാമത്തേതായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് കോഴ്സാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മളിന്ന് പേടിക്കുന്ന അവസ്ഥയാണ്. ട്രേഡിങ് കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടി തന്നെയാണ്. അതുപോലെ ഉണ്ടാക്കാനും പറ്റുന്നൊരു പരിപാടി തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറേ പേരുണ്ട്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ അവരുടെ ആ ഒരു ഗ്രോത്ത് കാണുമ്പോൾ തന്നെ, ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവർ അത്യാവശ്യം ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയാണ്. പഠിച്ച് നിങ്ങൾക്കൊരു കഴിവ് ആയതിനു ശേഷം, ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം പതുക്കെ ഇതിലേക്ക് ഇറങ്ങാവുന്നതുമാണ്. 8ാമത്തേതായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ പേയിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈനിലാണെങ്കിലും ശരി ഓൺലൈനിലാണെങ്കിലും ശരി നല്ല പ്രസക്തിയുണ്ട്. ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വെച്ച് ഈ സംഭവം സെല്ലായി പോകില്ല, വിറ്റഴിക്കാൻ പറ്റില്ല. അതിനിത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പരസ്യ രൂപേണ അത് അവരിലേക്ക് എത്തിയിരിക്കണം, അവരുടെ വിശ്വാസം നേടിയെടുക്കണം. സോ അവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആ ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം പ്രസക്തമാണ്. കാരണം അവിടെ വളരെയധികം ചിലവ് നമുക്ക് വരുന്നില്ല. 1000 നോട്ടീസ് നമ്മൾ പ്രിൻ്റ് അടിച്ച് പല ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള വളരെ ഫിനാൻസ് ആവശ്യമുള്ളൊരു പരിപാടിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരു പരസ്യ ചിത്രം അല്ലെങ്കിൽ പരസ്യം എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള എവിടെയെങ്കിലും ഒരു നല്ല യൂട്യൂബിൽ എവിടെയൊക്കെ വേണം അല്ലേ, പ്ലാറ്റ്ഫോമുകൾ അനേകമാണ്. ജനങ്ങളിലേക്ക് ഇത് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ റീച്ച് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സാധ്യമാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ വിട്ട് കളയാൻ പറ്റില്ല. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. കുറച്ച് ടൈം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബിസിനസ്സുകൾക്ക്, ബ്രാൻഡുകൾക്ക്, പേഴ്സണൽ ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ അനേകം മേഖലകളിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അവരുടെ കോണ്ടൻസ്, അവരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം എത്തിക്കാൻ പറ്റും. അവരുടെ ബിസിനസ്സിനെ അവർക്ക് എത്തിക്കാൻ പറ്റും. എന്തും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. 9ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. കൂടുതൽ പേർക്കും ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വേണ്ടി വരില്ല എന്നുള്ളത് അറിയാം. എങ്കിലും വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്
ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കുന്നു. ഇപ്പോൾ ആമസോണിലുള്ള ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ നമ്മൾ അവരെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ വഴി വിറ്റഴിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബ്രോക്കർമാരുടെ പരിപാടി തന്നെ. സോ ആമസോണിൻ്റെ പ്രൊഡക്റ്റുകളാണെങ്കിലും പല ഇതുപോലെയുള്ള കമ്പനികളുടെ, ഫ്ലിപ്കാർട്ടിൻ്റെ എന്തിൻ്റെ ആവാം. സോ ആമസോണിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മളെടുത്തിട്ട് നമ്മുടെ ആ ഒരു ലിങ്ക്, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മളത് പ്രദർശിപ്പിക്കുന്നു. ജനങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലിങ്കുകൾ കാണാം. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ, ഞാൻ ഉപയോഗിക്കുന്ന മൈക്കുകൾ, ഇപ്പോൾ ഇത് അങ്ങനെ കുറേ ഒരു 5-6 സാധനങ്ങൾ ഉണ്ടായിരിക്കും. ലൈറ്റുകൾ, ലൈറ്റ് സ്റ്റാൻഡുകൾ, ക്യാമറ സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ മൈക്ക് സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, ഒരു യൂട്യൂബർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരതിനകത്ത് ക്ലിക്ക് ചെയ്യും, അവരത് പോയിട്ട് പർച്ചേസ് ചെയ്യും. ഇത് പർച്ചേസ് ചെയ്യുന്നത് വഴി അവർക്ക് 10 രൂപ അധികം കൊടുക്കേണ്ടി വരുന്നില്ല, 10 രൂപ കുറച്ചും കൊടുക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ ആക്ച്വൽ വില എന്താണോ അത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടുന്നു. ഇപ്പം എനിക്കും കിട്ടും, ഇതിനകത്ത് താഴെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജൊന്നും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ എനിക്ക് ആമസോണിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്ന ഒരു കമ്മീഷനാണത്. ഇത് ഈ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഈ ആമസോണിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണല്ലോ ഇതുവഴി നടക്കുന്നത്. അവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെല്ലാവുകയാണല്ലോ ചെയ്യുന്നത്. സോ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. ഇതും ഇതേപോലെ തന്നെയാണ്, നല്ലൊരു വരുമാനമുണ്ടാക്കുന്ന പരിപാടിയാണ്. അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഈ പറയുന്ന അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു തരത്തിൽ പറഞ്ഞാൽ പാസീവ് ഇൻകം കൂടിയാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയണം. കാരണം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആരെങ്കിലും ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടുകയാണ്. സോ നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രത്യേകിച്ച് അതിനുവേണ്ടി പണിയൊന്നും എടുക്കുന്നില്ല. 10ാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ സെല്ലിംഗ് കോഴ്സാണ്. അതായത് ഓൺലൈനിലൂടെ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. ട്രഡീഷണലായിട്ട് എങ്ങനെ സെല്ല് ചെയ്യാമെന്ന് നമുക്കറിയാം. ഒരു മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടാകും, നമ്മൾ അവിടെ പ്രൊഡക്റ്റുകൾ വയ്ക്കുന്നു, കടകളിൽ വയ്ക്കുന്നു, സൂപ്പർ മാർക്കറ്റുകളിൽ വയ്ക്കുന്നു, ജനങ്ങൾ പോയി വാങ്ങുന്നു. ഈ പരിപാടി തന്നെ ഓൺലൈനിൽ ചെയ്യുന്നു. ഫ്ലിപ്കാർട്ട് എന്താ ചെയ്യുന്നത്, ആമസോൺ എന്താ ചെയ്യുന്നത്, ഇതുപോലെയുള്ള പല കമ്പനികളും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതും വളരെ മികച്ചൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ വിറ്റഴിക്കണം, ഒരു ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓൺലൈനിലൂടെ എങ്ങനെ നമ്മളത് മാർക്കറ്റ് ചെയ്യാം, ഓൺലൈനിലൂടെ എങ്ങനെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാം, എങ്ങനെ അവരിൽ നിന്ന് പൈസ വാങ്ങാം, പൈസ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ ഘടകങ്ങൾ വേണം, വെബ്സൈറ്റ് എങ്ങനെ നമ്മൾ രൂപീകരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലൂടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റഴിക്കാം, അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഈ ഒരു കോഴ്സും അടിപൊളി കോഴ്സാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.